ഗൈസ്, അപ്പോൾ നമുക്കും ഉണ്ടാക്കാം. ഇപ്പോൾ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ വൈറലായിട്ടുള്ള മസ്ക ബന്നും ഇറാനി ചായയും. അപ്പോൾ നമുക്കും ട്രൈ ചെയ്യാം. ലെറ്റ്സ് ഗോ. അപ്പോൾ അതിനായിട്ട് റൂം ടെമ്പറേച്ചറിൽ വെച്ച് മെൽറ്റ് ആക്കിയിട്ടുള്ള നല്ല അൺസോൾട്ടഡ് ബട്ടറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് 50 ഗ്രാമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിട്ടിട്ട് നമുക്കൊന്ന് നല്ല പോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇത് ജസ്റ്റ് സ്പൂൺ വെച്ച് ജസ്റ്റ് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇത് നല്ല മെൽറ്റ് ആവുന്നുണ്ട്. കാരണം നേരത്തെ ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല പോലെ ഒന്ന് മെൽറ്റായി വരട്ടെ. എന്നിട്ട് അതിലേക്ക് നമുക്ക് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ഡ്രോപ്സ് ആണ് ഞാൻ ഒഴിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, വാനില എസൻസ് ഒഴിക്കുമ്പോൾ ഒരുപാട് ഒഴിക്കരുത്. ഒരുപാട് ഒഴിച്ചാൽ അതിൻ്റെ ഫ്ലേവർ ഓവറായിട്ട് വരും അതിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു 2 ഡ്രോപ്സ് ഒഴിച്ചാൽ മതി. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ അതിലേക്ക് നമുക്ക് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ഞാനൊരു 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. 50 ഗ്രാം ബട്ടറിന് 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കണ്ടൻസ് മിൽക്കും ബട്ടറും നല്ലപോലെ ഈ സ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ആയതിനു ശേഷം നമുക്ക് ബീറ്റർ എടുക്കാം. അപ്പോൾ ഞാൻ കൈവച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. ബീറ്റർ എടുക്കാനുള്ള മടി കാരണം ഞാൻ കൈവച്ചൊന്ന് ബീറ്റ് ചെയ്യാന്ന് കരുതി. അപ്പോൾ കൈ നല്ലപോലെ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പോയി ബീറ്റർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബീറ്റർ എടുത്ത് 1 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തപ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ക്രീം പരുവത്തിൽ വന്നിട്ടുണ്ട്. ഇതാണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട്. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇറാനി ചായ ഉണ്ടാക്കാം. ഇറാനി ചായ ഉണ്ടാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് നിറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് തേയില ഇട്ട് കൊടുക്കാം. തേയിലപ്പൊടി നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന തന്നെ ഇടാം. നല്ല കടുപ്പത്തിന് വേണം. അപ്പോൾ 2 സ്പൂൺ നിറച്ച് തേയിലപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് നമ്മുടെ 4-5 കഷ്ണം ഏലക്ക എടുത്തിട്ടുണ്ട്. അതൊന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ലിഡ് വെച്ച് നമുക്ക് ഇത് അടച്ചു കൊടുക്കാം. ഇതിന്റെ പുകയൊന്നും പുറത്ത് പോകാൻ പാടില്ല. അപ്പം നമ്മൾ ഈ ദമ്മൊക്കെ ചെയ്യുന്ന പോലെ നല്ല ഒരു കണ്ടെയ്നർ വെച്ച് അടച്ചു വെച്ച് കൊടുക്കുക. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ അതൊന്ന് സെറ്റായി വരുന്ന സമയത്ത് നമുക്ക് പാല് റെഡിയാക്കാം. അപ്പോൾ പാൽ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ 1 കപ്പ് പാല് നിറച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. അത് നിങ്ങളുടെ ആവശ്യത്തിന് മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതവിടെ ഇരുന്ന് റെഡി ആവട്ടെ. നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി. അപ്പോൾ അതൊന്ന് കുറുകി നല്ല വറ്റി വരേണ്ടതുണ്ട് പാല്. അപ്പോൾ അതൊന്ന് വരട്ടെ. അപ്പോൾ നമ്മുടെ ഇറാനി ചായയിൽ ഒഴിക്കാനുള്ള ബ്ലാക്ക് ടീ ഇവിടെ നല്ല പോലെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നല്ല കളറായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ബണ്ണ് റെഡിയാക്കുക. അപ്പോൾ ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇത് 2ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബണ്ണൊന്ന് നമ്മുടെ ഈ ബട്ടറിൽ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം 2 സൈഡും. പക്ഷേ ഞാനിപ്പോൾ എടുക്കുന്നില്ല, കാരണം ഞാൻ ബട്ടർ ബണ്ണാണ് മേടിച്ചത്. അപ്പോൾ അതിലെന്തായാലും ബട്ടർ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിത് 2ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. എല്ലാ ബണ്ണും അതുപോലെ 2ആയിട്ട് കട്ട് ചെയ്തിട്ട് നമ്മുടെ ക്രീം വെക്കാം. ബണ്ണ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണ് എടുക്കണം കേട്ടോ. അപ്പോൾ എത്രത്തോളം സോഫ്റ്റ് ആയിട്ട് നല്ല ബട്ടറി ബണ്ണാണെങ്കിൽ അത്രയും ടേസ്റ്റ് കൂടും. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഈ ബട്ടർ വെച്ച് കൊടുക്കുക. അപ്പോൾ ബട്ടർ നല്ല സോഫ്റ്റ് ക്രീം ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഈ ക്രീം ഉണ്ടാക്കിയതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഏലക്കപ്പൊടിയും കുറച്ച് പട്ടയുടെ പൊടിയും കൂടെ മിക്സ് ചെയ്ത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ ഇട്ടിട്ടില്ല, വേണമെങ്കിൽ ഇടാം. അപ്പോൾ കുറച്ചുകൂടെ വേറൊരു ഫ്ലേവർ ആയിരിക്കും അതിൽ വരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ബട്ടർ വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ നല്ല പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്യാണ്. നമ്മുടെ ഹാഫായിട്ട് കട്ട് ചെയ്ത ബണ്ണിലേക്ക് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ. ഇത് 2 സൈഡിലും ഒരുപോലെ നല്ല പോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസ്ക ബൺ ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതാ കണ്ടോ, ഇതിൻ്റെ പുറത്ത് സ്പ്രെഡ് ചെയ്തിരിക്കുന്നുണ്ടോ. 2 സൈഡിലും അകത്തും വെച്ചിട്ടുണ്ട്, പുറത്തും സൈഡിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നമ്മുടെ ഇറാനി ചായയും കൂടെ റെഡിയാക്കിയാൽ നമുക്ക് ഇവിടെ കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ 2 കപ്പിലായിട്ട് ഞാൻ ബ്ലാക്ക് കോഫി ഉണ്ടാക്കിയത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേളിലേക്ക് നമുക്ക് ഇനിയിപ്പോൾ മിൽക്കും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. കണ്ടിട്ട് തന്നെ കൊതിയാവും. അപ്പോൾ ഞാൻ ചായ ആദ്യം സെപ്പറേറ്റ് ഒന്ന് കുടിച്ചു നോക്കി കേട്ടോ, അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാനായിട്ട്. അത് അടിപൊളിയായിരുന്നു. പിന്നെ അത് ബന്നും സെപ്പറേറ്റ് ഞാൻ കഴിച്ചു കേട്ടോ. രണ്ടും വേറെ ലെവലാട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ചായയിൽ മിക്സ് ചെയ്ത് കഴിച്ചു നോക്കാം. അപ്പോൾ എങ്ങനെയുണ്ട് അതിൻ്റെ ടേസ്റ്റ് എന്നറിയാം.
പക്ഷെ ഒന്നും പറയാനില്ല ഗൈസ്, പൊള്ളി സാധനം ഗൈസ്. നമ്മൾ സാധാ ബട്ടർ ബണ്ണ് കഴിക്കുന്നേക്കാളും പൊള്ളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ സാധാരണ മധുരം കഴിക്കാത്ത ഒരാളാണ്, പക്ഷെ ഇത് ഞാൻ ഫുള്ള് കഴിച്ചു കേട്ടോ. ആ ചായയിൽ മുക്കി കഴിക്കണം കേട്ടോ, അപ്പോഴാട്ടോ ഇതിൻ്റെ ടേസ്റ്റ്. ഇത് വേറെ ലെവലാട്ടോ, മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ ഗൈസ്.